ഇന്ന് എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ട് എന്നെ സൃഷ്ടിച്ച പടച്ചറപ്പിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് ഇതുപോലെ നല്ലൊരു അവസരം നൽകിയ എൻ്റെ മെന്റർ, എൻ്റെ പ്രിയപ്പെട്ട സീനിയർ കോച്ച് അൻസാർ ഷക്കീർ അൻസാറിന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും നല്ലൊരു ഗോളും എൻ്റെ ഒരു ഗോളായിരുന്നു ഇതുപോലെ ഒരു സെഷൻ എടുക്കുക എന്നുള്ളത്. അത് എൻ്റെ സ്റ്റോറി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ എൻ്റെ ഏറ്റവും നല്ലൊരു ഗോളാണ് 2030 നമ്മുടെ ഫൗണ്ടറായിട്ടുള്ള മാർക്കൂസ് സാറിന്റെ നാട്ടിൽ പോയിട്ട് ഒരു ട്രെയിനിങ് എടുക്കണമെന്നുണ്ട്. ഹെർബാലജിയാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമാവുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ലീഡേഴ്സ്. പ്രിയപ്പെട്ട അൻസാർക്കാരന്റെ സെഷനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ടായിരുന്നു ബോസ്? ഇന്ന് ഗസ്റ്റുകളെ കൊണ്ടുവന്നവർക്ക് വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഹെർബാലജി കരിയറിൽ കണ്ട ഏറ്റവും വലിയ ക്ലോസിംഗാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. അത് പ്രിയപ്പെട്ട അൻസാർക്കാർ നടത്തിയതിൽ അത് ഉഷാറായിട്ട് നമ്മൾ കോമ്പറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനിൽ നമുക്ക് വേണ്ടി നല്ലൊരു കയ്യടിയുണ്ട്. സൂപ്പർ. അപ്പോ അൻസാർക്കാന്റെ ക്ലോസിംഗിൽ അദ്ദേഹം പറഞ്ഞ 2 വിഷയം. അദ്ദേഹം ഒരു ബേക്കറി കച്ചവടക്കാരനാണ്. ഈ ബേക്കറി കച്ചവടക്കാരനായ അൻസാർക്കാർ എക്സ്ക്യൂസും സാക്രിഫൈസും കൊടുത്തില്ല, അതേപോലെ സാക്രിഫൈസ് ചെയ്തു. അതിലൂടെ നല്ലൊരു മില്യണർ ടീം ആകുമ്പോൾ മാത്രമല്ല ചെയ്തത്, റിയൽ ലൈഫിൽ നല്ലൊരു അച്ചീവ്മെന്റ് തന്നെ നേടിയിട്ടുണ്ട് അദ്ദേഹം. അത് റീസെന്റ് ആയിട്ട് സത്യത്തില് എനിക്കിന്ന് പറയാനുള്ള അൻസാർക്കാരുടെ ക്ലോസിംഗ് കേട്ടപ്പോ എനിക്കൊരു കഥയാണ് ഓർമ്മ വന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സാക്രിഫൈസ് നമ്മൾ പലപ്പോഴും ഹെർബാലജിയിൽ വരുന്ന സമയത്ത് കൂടുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് എക്സ്ക്യൂസ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ നമ്മൾ ട്രാജഡികളെ മുന്നിൽ കാണാതെ സാക്രിഫൈസിലൂടെ കടന്നു പോകാൻ അവർക്കാണ് വിജയിക്കുന്നത് എപ്പോഴും പറയാറുണ്ട്. 2007 2020 വേൾഡ് കപ്പ് നടക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ ആരാ ജയിച്ചത്? അറിയില്ല. 2020 വേൾഡ് കപ്പ് ഇപ്പൊ IPL നടന്നല്ലോ. 2020 ഇന്ത്യൻ ക്രിക്കറ്റ് IPL ഓക്കെ കൊൽക്കത്ത വിജയിച്ചത്. ഇതേപോലെ ഇന്ത്യൻ അസോസിയേഷൻ നടത്തിയ ഇന്ത്യയുടെ 2020 ഇന്ത്യയും പാകിസ്ഥാനും കളി നടത്തി 2007. ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം അതിലെ വിജയിയുടെ അവസാനത്തെ പന്ത് പോയത് ഒരു മലയാളിയുടെ കയ്യിലാണ്. അവസാനം ആ ക്യാച്ച് പിടിച്ചോട് കൂടിയാണ് ഇന്ത്യ വിജയത്തിന്റെ വെടിക്കൊടി പാടുന്നത്. അത് മലയാളിയുടെ കേരളത്തിന്റെ അഭിമാനം ശ്രീശാന്ത് ഇന്ത്യയിൽ നടന്നു 8 റണ്ണാണ് ജയിക്കാൻ. 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഫാസ്റ്റ് ബൗളറെ വെക്കണോ അല്ലെങ്കിൽ സ്പിന്നറായിട്ടുള്ള ഹർഭജൻ സിംഗിനെ വെക്കണോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ മുന്നിൽ അന്ന് ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയായി. അപ്പോ കുറെ അധികം സ്ട്രഗിൾ ഉണ്ടാവില്ല. അപ്പൊ മനസ്സിനെ കുറെ വിഭ്രാന്തിപ്പെടുത്തും. എന്ത് ചെയ്യണമെന്നറിയില്ല. കാം ക്വൈറ്റായിട്ട് ഇപ്പൊ നേരത്തെ സൈന്യകുമാരിമാരൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മൈൻഡിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് അദ്ദേഹം യോഗേന്ദ്ര സിംഗ് എന്നുള്ള ഫാസ്റ്റ് ബൗളർക്ക് ബോൾ കൊടുക്കുക. ഹർഭജൻ സിംഗ് അന്ന് നല്ല പെർഫോമൻസിലാണ് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാതെ യോഗേന്ദ്ര സിംഗിനാണ് കൊടുക്കുന്നത്. ഇവിടെ ടിസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. അൻസാർക്കാർ പറഞ്ഞ ക്ലോസിങ്ങും ഈ ഒരു കഥയിൽ നിങ്ങൾക്ക് ഓർമ്മിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ താരതമ്യം ചെയ്യാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ യോഗേന്ദ്ര സിംഗ് ബോൾ എറിയാൻ തുടങ്ങി. ആദ്യത്തെ ബോള് 6 അടിച്ചു. എല്ലാവരും കൺഫ്യൂസ്, ആകെ പേടിച്ചു പോയി. എന്ത് ചെയ്യും? എന്തായാലും തോക്കുന്ന വക്കീലാണുള്ളത്. 8 റണ്ണാണ്. ആദ്യത്തെ ബോൾ 6 അടിച്ചു. രണ്ടാമത്തെ ബോൾ ഈ ബോള് ധോണി പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തെ മോട്ടിവേറ്റ് ആക്കുകയാണ്. എല്ലാവരും കൺഫ്യൂഷൻ ആവുകയാണ്. എന്തിനാ കൊടുത്തതെന്ന് പറഞ്ഞു. പക്ഷെ ധോണി ശാന്തനായിട്ട് യോഗേന്ദ്ര സിംഗിന്റെ അടുത്തേക്ക് പോയിട്ട് കൂൾ, നിനക്ക് പറ്റും. പക്ഷെ രണ്ടാമത്തെ ബോള് നിർഭാഗ്യവശാൽ വൈഡായി. എത്ര റണ്ണ് ജയിക്കാൻ? 7 റണ്ണായി. 8 റണ്ണ് വന്നു. വീണ്ടും ധോണിന്റെ കയ്യിൽ തന്നെ ബോൾ എത്തി. യോഗേന്ദ്ര സിംഗിന്റെ അടുത്തേക്ക് പോയി. യോഗേന്ദ്ര സിംഗ് മൂന്നാമത്തെ ബോൾ എറിയാൻ വേണ്ടി പോയി.
ആ ബോൾ എറിഞ്ഞതാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഏറ്റവും ചരിത്രത്തിന്റെ ഭാഗമായ തങ്കലികൾ കൂടി ഒരു മലയാളിക്ക് ആവേശപൂർവ്വം ഏറ്റെടുക്കാവുന്ന ടെസ്റ്റ് ക്യാച്ചായിട്ട് ശ്രീശാന്തിന്റെ കൈകളിലേക്ക് വേൾഡ് കപ്പ് ഏറ്റെടുത്തത്. ഇവിടെ ലോകങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പറയുന്നത് എന്തുകൊണ്ടാണ് ആദ്യത്തെ ബോൾ സിക്സും രണ്ടാമത്തെ ബോൾ വൈഡും മൂന്നാമത്തെ ബോൾ ക്യാച്ചുമായ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാക്കുകളും എനിക്കവിടെ ഓർമ്മ. നമ്മൾ പടരുന്ന സമയത്ത് പ്രയാസപ്പെടുന്ന സമയത്ത് നമുക്ക് മുന്നിൽ വഴി നടക്കാനും നമ്മൾ എത്രയും പ്രയാസപ്പെടാതെ സാക്രിഫൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് എല്ലാ തരത്തിലും മാറ്റി വെച്ചിട്ട് ഇന്ന് ഞായറാഴ്ച നമ്മളിവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാവുന്ന വിഷയം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അനീഷ് മുഹമ്മദ്, വയസ്സ് 32. ഞാൻ പുറമെ 32 വരുന്നത്. എന്റെ ജീവിതത്തെ 2 പാർട്ടായിട്ടാണ് ഞാൻ തിരിക്കുന്നത്. സ്ലൈഡ് പ്ലീസ്. ഒന്ന് ഇതാണ് ഈ കോളം. ഇത് ഞാൻ ഏകദേശം 13 വർഷത്തോളം ഒരു സ്ഥാന മേഖലയിൽ വർക്ക് ചെയ്തിട്ട് വാപ്പി എന്ന് പറയുന്ന കോഴ്സാണ് ഞാൻ പഠിച്ചിരുന്നത്. വളാഞ്ചേരി മർക്കസ് ബേസ് ചെയ്തിട്ടാണ് പഠിക്കുകയും അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നത്. ഈ കോലത്തിൽ നിന്ന്, ഈ രൂപത്തിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണുന്ന രൂപത്തിലേക്ക് ഞാൻ എത്താനും ധാരാളം കാരണങ്ങളുണ്ട്. അതെന്റെ അഡോളസൻസ് അഥവാ എന്റെ കൗമാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു ഉസ്താദായിട്ട് 13 വർഷം പഠിക്കുകയും അതിനുശേഷം വടക്കേക്കാട് എന്ന് പറയുന്ന ടൗൺ പള്ളിക്ക് 1.5 വർഷത്തോളം ഖത്തീബായിട്ട് ജോലി ചെയ്ത് തൊഴിലൂർ ICI ഇന്റർനാഷണൽ സ്കൂൾ പഠിപ്പിക്കുകയും ചെയ്തതാണ്. അന്ന് എന്റെ മുദരീസായിട്ട്, അന്ന് ആ പള്ളിയിൽ മുദരീസായിട്ട് 10 വർഷങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ അസോസിയേറ്റ് ആയിട്ടുള്ളത്. 15 കിലോമീറ്റർ ചെയ്തിട്ട് ഇന്ന് അദ്ദേഹം വാരിസ് പാപ്പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് അദ്ദേഹം നമ്മുടെ MP ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിലെ ചീഫ് ഇമാമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കൗമാരത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ഞാനൊരു ബിസിനസ്, ഹർബാലേക്ക് ബിസിനസ് ഞാൻ തെരഞ്ഞെടുത്തു എന്നതിന്റെ ഉത്തരം നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ ഹോസ്റ്റൽ ജീവിതമാണ് നാടിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എന്റെ കുടുംബകാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് എന്റെ സീനിയർ പൊളിറ്റൻ സാർക്ക്. എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുത ദ്വീപിലൊക്കെ കാണില്ലേ, നരഭോജികളായിട്ട് ലാസ്റ്റ് തിന്നാൻ വരുന്ന ആൾക്കാർ, കാടന്മാരും ഇതാ പിടിച്ചെന്ന് പറയുന്ന ചാടുന്ന ഇതേപോലത്തെ കുടുംബക്കാരാണ് എനിക്കുണ്ടായിരുന്നത്. അവരുടെ തർക്കങ്ങളിലും ചൂടിലും നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഹോസ്റ്റൽ ജീവിതം തെരഞ്ഞെടുത്തത്. പലപ്പോഴും പാരന്റിങ് എന്നാണ് അറിയാത്ത ആളുകളായിരുന്നു അവര് ബിസിനസ്സുകാരാണ്, ഗോവയിലാണ് അവരുടെ ജീവിതം മുഴുവൻ കഴിച്ചുകൂടി. അപ്പൊ മക്കളെ അവരെ പഠിപ്പിക്കുന്ന രീതി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരെ ഡീലിങ് കാണുമ്പോൾ സാധാരണഗതിയിൽ ചരിത്രത്തിലൊക്കെ മുസ്ലിങ്ങളായ ആൾക്കാർക്കറിയാം മക്കയും മദീനയും. മക്ക എന്ന് പറയുന്ന ഒരു കാര്യം ആളുകളെ പേടിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് മക്കാർക്ക് കൂടുതലുള്ളത്. എന്നാൽ മദീന ശാന്തതയുടെയും സമാധാനത്തിന്റെയും ഇടാണ്. പലപ്പോഴും എന്റെ നാട്, എന്റെ വീട്, എന്റെ കുടുംബക്കാർ എന്ന് പറയുന്നത് മക്ക പ്രതീക്ഷയായിരുന്നു. ഞങ്ങൾ ഹോസ്റ്റൽ ജീവിതം കഴിഞ്ഞ് ലീവിന് വേണ്ടിയിട്ട് വെക്കേഷന് വേണ്ടി വരുന്ന സമയത്ത് എന്റെ മാത്രം നിർബന്ധമായിരുന്നു ഇവരുടെ കൊണ്ടിട്ട് എന്റെ കുട്ടികൾ വളർച്ചയാവില്ല. അതുകൊണ്ട് എന്റെ ഉമ്മാന്റെ വീടായിട്ടുള്ള പുത്തപ്പള്ളിയിലാണ് ഞങ്ങളെ വളർത്തിക്കുകയും ഞങ്ങൾ അമ്മമാരെ കൂടിയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. ഇതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പാരന്റിങ്ങിന്റെ ദോഷമാണ്. ഇവര് ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ 11 മാസം കൂടുമ്പോഴാണ് ഇവര് നാട്ടിലേക്ക് വരിക. ഓരോരുത്തര് മക്കൾ ചെയ്ത ഓരോ കൃത്യങ്ങൾ ചോദിച്ച് അവരടിക്കുന്ന രീതികൾ പലപ്പോഴും നമ്മൾ പ്രഹസനം ഉണ്ടാക്കാറുണ്ട്. എന്റെ വലിയൊരു മുത്താപ്പ കണ്ണീര് മുളക് പൊടി കിട്ടാണ് മക്കളടിക്കുക. എന്റെ ഉപ്പ 6 റൂം ഉണ്ടാക്കേണ്ട ഒരു വീട്ടിൽ 6 മക്കളും ആ റൂമിലേക്ക് എത്തും. മക്കളെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് 2 ചോറിൽ എണ്ണ വെച്ചിട്ടുണ്ടാവും. ആ കളിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ എണ്ണി വരുന്നവരെ അടിച്ചുകൊണ്ടേയിരിക്കും. വേറെ എന്താണ് വീട്ടിലേക്ക് അത് വെച്ചിട്ടെടുക്കുക. ഒരു സൈക്കിൾ മൈനാണ്.
ഇതുപോലെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ പാരന്റിംഗ് രീതിയാണ്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഹോസ്റ്റൽ ജീവിതം തിരഞ്ഞെടുത്തത്. ശേഷം എന്റെ രണ്ടാമത്തെ ഒരു പാർട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ശേഷം ഇതാണ് എന്റെ ബോംബെയിലുള്ള ജീവിതം. ശേഷം ഞാൻ മുംബൈയിലേക്ക് പോകുന്ന ഒരവസ്ഥ. ഉസ്താദായിട്ടുണ്ടായിരുന്ന ഒരാള് ഏകദേശം 2 വർഷത്തോളം ഒരു അധ്യാപകനായിട്ടും അതേപോലെ ഒരു പള്ളിയിലെ ഉസ്താദായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാൾ ഒരു പ്രവാചകന് ബോംബെയിലേക്ക് പോകുന്നു. അത് ഒറ്റ കാരണമുള്ളൂ. എന്റെ ടീച്ചേഴ്സിന്റെ അടുത്ത്